ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് കാണും കേട്ടോ, ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ഫ്രൂട്ട്സൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കും നല്ല ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ചെറിയ പഴമൊക്കെ ആണെങ്കിലും കുട്ടികൾ കഴിക്കണില്ല കേട്ടോ. ഇവിടെ മോണുവിനൊന്നും അത് ചെറിയ പഴമൊന്നും പറ്റൂല. അപ്പോൾ ഈ നോമ്പായ കാരണം തന്നെ കുറച്ച് പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ നിൽക്കണം കേട്ടോ, ആർക്കും പറ്റണില്ല. അപ്പോൾ ഞാനിതുപോലെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാവരും നല്ല ഇഷ്ടത്തോടെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എണ്ണക്കടികൾ ആണെന്നുണ്ടെങ്കിൽ നോമ്പറക്കുമ്പോൾ എല്ലാം ഇഷ്ടമാണ്. ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊന്നും അതും അല്ലാതെ പോകില്ല കേട്ടോ, അതങ്ങനെ ബാക്കിയായിട്ട് ഇരിക്കലാണ്. അപ്പോൾ ഞാൻ എന്താ ഈ ചെറിയ പഴം ഉണ്ടല്ലോ, അതിങ്ങനെ മിക്സിനെ ചാർക്കൊന്ന് കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു 5 എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പഴം വെച്ചിട്ട് ഉണ്ടാക്കിയതാണെന്നൊന്നും തോന്നില്ല കേട്ടോ. അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ പഴം കുറച്ച് മാത്രമാണ് ചേർക്കണുള്ളൂ, ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് പാലും കൂടി കൂട്ടിയിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് പാകത്തിന് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. ഞാൻ ഓവർ മധുരമൊന്നും ഇടുന്നില്ല കേട്ടോ, നല്ല മധുരമായാൽ എളുപ്പം മടുക്കുകയും ചെയ്യും. പിന്നെ നല്ലതല്ലേനു കേട്ടോ ഈ നോമ്പറക്കുന്ന സമയത്തൊന്നും കൂടുതൽ മധുരം. അപ്പോൾ ഒരു 2 സ്പൂണോളം മധുരം മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് ഞാനിതാ ഒരു ബൗളിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ആദ്യം തന്നെ പാലൊഴിക്കുമ്പോൾ നമുക്ക് ഈ പഴം ഉണ്ടല്ലോ നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് പാക്കറ്റ് പാലാണ്. അത് ഞാൻ ഒന്നും കൂടി തിളപ്പിച്ചെടുത്തിട്ട് ചൂടാറ്റിയിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ. നല്ല തണുപ്പാക്കി വെച്ചിരിക്കണ്. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചല്ല, നോർമൽ തണുപ്പാക്കി വെച്ചതായിരുന്നു. അപ്പോൾ അത് അടിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള പാലും കൂടി ഉണ്ട് ഒഴിച്ചെടുത്തതിന് ശേഷം ഇതിക്കുന്നത് ഞാൻ ഒരു തുള്ളി വാനില എസൻസും കൂടി ഇട്ടിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോൾ നമുക്ക് ആ പഴത്തിൻ്റെ ഒരു ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ചെറിയ പഴത്തിൻ്റെ ഒരു കുത്ത് വന്നാൽ ആർക്കും വലിയ ഇഷ്ടമാവില്ല. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ചുവപ്പ് മുന്തിരി ഉണ്ടല്ലോ, ഞാവൽപ്പഴം പോലത്തെ മുന്തിരിയാണ്. നല്ല അടിപൊളി മുന്തിരി, നല്ല മധുരം ഉണ്ട്, ഉള്ളിൽ കുരുവില്ലാത്ത മുന്തിരി ഉണ്ടല്ലോ. അതുകൊണ്ട് ഒരു അനാറുണ്ടായിരുന്നു, അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാതും കുറേശ്ശെ മതി കേട്ടോ. പിന്നെ ആ പഴം ഉണ്ടല്ലോ, അത് ഞാൻ 2 പഴം കൂടി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 അല്ല 3 എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു തണ്ണിമത്തൻ്റെ ഒരു കഷ്ണം കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടികളത് കഴിക്കും, അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് ഈത്തപ്പഴം കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈത്തപ്പഴം നോമ്പ് തുറക്കാൻ വെച്ചിട്ടുണ്ടെങ്കിലും ആർക്കും അതിന് പോകില്ല കേട്ടോ. എടുത്ത ഒരു കഷ്ണം ഒക്കെ എടുത്തുകൊണ്ട് ബാക്കി അവിടെ വെക്കും. പിന്നെ ഞാനത് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് ബദാമും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ കയ്യിൽ നട്ട്സുകൾ എന്താ പറയുക, വാൽനട്ട്, പിസ്ത അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ പൊട്ടുകടല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കട്ടോ. റെഡ് ചിയാ സീഡ് ഉണ്ടല്ലോ, അത് ഞാൻ വെള്ളത്തിലിട്ട് ചെയ്യുന്നിട്ടോ. ഒരു 2 സ്പൂൺ വെള്ളം എടുത്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കയ്യിൽ ഐസ്ക്രീമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ അതൊന്നുമില്ല, ഐസ്ക്രീമോ മിൽക്ക് മേഡോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അടിപൊളിയാണ് ഈ കരട്ട. ഇതുപോലെ ഉണ്ടാക്കിയപ്പോൾ തന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിക്കത്. ഇങ്ങനെ ചെയ്തപ്പോൾ പഴം കണ്ട് ചിലവായിട്ടല്ല എന്നുണ്ടെങ്കിൽ പാത്രത്തിൽ ഇങ്ങനെ എടുത്ത് വെക്കും, ആരും കഴിക്കൂല കേട്ടോ. ഫ്രൂട്ട്സ് ആണെങ്കിലും അങ്ങനെ കഴിക്കൂല, എണ്ണക്കടികൾക്ക് മാത്രമാണ് താല്പര്യമുള്ളൂ. ഇതുപോലെ ചെയ്ത് നോക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടും ചെയ്ത്. ഇടയിലൊക്കെ അങ്ങനെ അണ്ടിപ്പരിപ്പും ബദാമും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു രസം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ കസ്റ്റാർഡ് എന്നുള്ളൂ, ഫ്രൂട്ട്സ് കസ്റ്റാർഡ് ഉണ്ടാക്കൂല അതുപോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ചെടുത്ത് കാണ്ടിൻ്റെ മുകളിൽ കൊണ്ടുപോയി കൊടുക്കട്ടെ. മുകളിൽ തീരെ ഫ്രൂട്ട്സ് കഴിക്കൂല കേട്ടോ, എത്ര കൊടുത്താലും ഓള് കഴിക്കില്ല. ഓൾക്ക് ഇഷ്ടം തണ്ണിമത്തൻ്റെ ഒരു കഷ്ണം മാത്രമായിട്ട് ഓള് കഴിക്കുക. അപ്പം ഇനി ഇത് കുറച്ചെടുത്ത് കാണാൻ കൊണ്ടുപോയി കൊടുക്കട്ടെ. ഓള് കൊലായ്മ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാല, ഇഷ്ടമോ എന്താണെന്ന് അറിയില്ല. ഫുള്ളായിട്ട് കുടിച്ചിരിക്കുന്നുണ്ട് ആൾ, കുറച്ച് മാത്രം ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടിരിക്കണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഫ്രൂട്ട്സ് കഴിക്കാത്ത കുട്ടികളും കഴിച്ചോളും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.